RSS ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സമ്മതിച്ച് ADGP MR അജിത് കുമാർ. സ്വകാര്യ സന്ദർശനം മാത്രമാണെന്ന് ADGPയുടെ വിശദീകരണം. യാത്ര RSS നേതാവിന്റെ കാറിലായിരുന്നുവെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് തന്നെ ഭയന്നുകൊണ്ടാണ് വെളിപ്പെടുത്തലെന്ന് PV അൻവർ. പൂരം കലക്കിയിലെ ഒരു കക്ഷിയെ തിരിച്ചറിഞ്ഞുവെന്ന് VS സുനിൽകുമാർ. കോഴിക്കോട് മാമി തിരോധാന കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ഉത്തരവിട്ട് സംസ്ഥാന പോലീസ് മേധാവി. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ ക്രൈംബ്രാഞ്ച് ADGPക്ക് നിർദ്ദേശം. ആരോപണങ്ങളിൽ PV അൻവർ MLAയുടെ മൊഴിയെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘം. മലപ്പുറത്ത് എത്തുന്നത് തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസ്. പരമാവധി തെളിവുകൾ കൈമാറാൻ അൻവർ. പോലീസുകാർക്കെതിരായ ബലാത്സംഗ ആരോപണത്തിൽ യുവതിക്കെതിരെ നിയമ നടപടി തുടങ്ങി. മലപ്പുറം SPക്ക് പരാതി നൽകി താനൂർ DYSP VV ബന്നി. ആരോപണത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവശ്യം. കോടതിയിലും DGPക്കും ക്രൈംബ്രാഞ്ച് ADGPക്കും ഉടൻ പരാതി നൽകും. ചലച്ചിത്ര നയ കരട് രൂപീകരിക്കാൻ കൊച്ചിയിൽ ഇന്ന് ആദ്യ യോഗം. ഷാജി N കരുണിന്റെ അധ്യക്ഷതയിലുള്ള യോഗത്തിൽ നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും പ്രതിനിധികൾ പങ്കെടുക്കും. ഫെഫ്ക അടക്കമുള്ള മറ്റ് സംഘടനകൾ വരും ദിവസങ്ങളിൽ യോഗം ചേരും. ചലച്ചിത്ര സമ്മേളനം നടത്തുന്നതിൽ അനിശ്ചിതത്വം. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക നീക്കത്തിന് ആം ആദ്മി പാർട്ടി. കോൺഗ്രസുമായുള്ള സഖ്യത്തിനായി ഇന്നുകൂടി കാത്തിരിക്കും. സഖ്യമില്ലെങ്കിൽ 50 സീറ്റിൽ മത്സരിക്കാൻ നീക്കം. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിന് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ മലപ്പുറം FC ഫോഴ്സ കൊച്ചിയെ നേരിടും. മത്സരം രാത്രി 8-ന് കലൂർ സ്റ്റേഡിയത്തിൽ.